ഇതിൽ തീരില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് ചില കാര്യങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ. കാരണം എന്തായാലും നമുക്കറിയുന്നത് പോലെ ഇന്നലത്തെ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിനെതിരായിട്ടൊരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 4 ആഴ്ചക്കാലമായിട്ട് വിവിധ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നിരന്തരമായി ഉന്നയിച്ചിരുന്നയാളാണ് PV അൻവർ. ആ ആരോപണങ്ങളോടൊക്കെ വളരെ പോസിറ്റീവായി പ്രതികരിച്ച ഒരാളല്ലേ മുഖ്യമന്ത്രി? ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിലാണ് PV അൻവർ ആദ്യമായി പോലീസിനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട് എന്നാണ്. ആ പുഴുക്കുത്തുകൾ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. പോലീസിലെ പുഴുക്കുത്തുകളെ തുടരാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അടുത്ത വാർത്താ സമ്മേളനം നടത്തുകയും പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ലേ? അതിനുശേഷം അദ്ദേഹം വിവിധ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിച്ചു. ഒരു SIT-യെ നിയമിച്ചില്ലേ? അങ്ങനെ ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? മലപ്പുറത്തെ പോലീസ് മേധാവികളെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ പോലീസ് മേധാവികളെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറ്റിയില്ലേ? അപ്പോൾ ഈ ആരോപണങ്ങളോടൊക്കെ തന്നെയും അഥവാ പരാതികളോടൊക്കെ തന്നെയും വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്ന ഒരു സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് നമ്മൾ കണ്ടത്, അല്ലേ? എന്നാൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അൻവർ സർക്കാർ ഏറ്റുമുട്ടലിലെ സുപ്രധാനമായ ദിവസമായി ഞാൻ കാണുന്നത് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനമാണ്. പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ സ്വർണ്ണക്കടത്തുകാർക്ക് അഥവാ സ്വർണം കടത്തുന്നവർ കൂടി ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നത് വഴി PV അൻവറിൻ്റെ ഉദ്ദേശശുദ്ധിയെ അദ്ദേഹം സംശയത്തിലാഴ്ത്തി. 2, ഗവർണർ നൽകിയിട്ടുള്ളൊരു പരാതി കയ്യിലുണ്ട് എന്നൊരു ചെറിയ ഭീഷണി കൂടി ഉന്നയിച്ചു. ഇവിടെ താനും കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണോ എന്ന് ഭംഗ്യന്ത്രേണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ അവിടെ മുതൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ PV അൻവർ തീരുമാനിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം പിതൃതുല്യനായിരുന്നു. മുമ്പ് നമുക്കറിയാമല്ലോ, കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ ഒരു വനിത പിതൃതുല്യൻ എന്ന് വിളിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയാണ് വിളിച്ചത്, സോളാർ കേസിലെ ഇര. പിന്നീട് ഉമ്മൻചാണ്ടി നേരിട്ട ആക്ഷേപം എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും മോശപ്പെട്ട ആക്ഷേപം ആ സ്ത്രീ ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ആ കേസും ഈ കേസും കൂടി താരതമ്യം ചെയ്യുകയല്ല, പക്ഷേ ഏതാണ്ട് 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ഇടയിൽ പിതൃതുല്യനായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളതാണ്. ഇന്നലെ അദ്ദേഹം ശക്തമായി തന്നെ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്താണ്? പിണറായി വിജയൻ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം. എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം? എന്താണ് CPM-ൻ്റെ രാഷ്ട്രീയം? അത് ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ രാഷ്ട്രീയമാണ്. അത്തരം വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ചെറുക്കുക, അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ആദർശം എന്ന് പറയുന്നത്. ആ ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇന്ന് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആകെയുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അദ്ദേഹം നേരിടുന്ന കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ മകൾ നേരിടുന്ന കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി BJP-യുമായും RSS-ഉമായും സഖ്യം ചെയ്യുന്നു എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു ആരോപണമല്ലേ ഉന്നയിച്ചിരിക്കുന്നത്? ആ അർത്ഥത്തിൽ ആ ആരോപണം പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സ്വന്തം പാർട്ടിയെ തന്നെ വഞ്ചിക്കുന്ന ഒരാളായി മാറ്റുകയല്ലേ ചെയ്തത്? ഇന്നിപ്പം കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും രാവിലെ വലിയ തലക്കെട്ടോടുകൂടിയല്ലേ ഇറങ്ങിയത്. മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഞാൻ എടുത്തു കാണിക്കുന്നു. മലയാള മനോരമ കേരളത്തിലെ ചെറിയ പത്രമല്ല, ലക്ഷക്കണക്കിന് കോപ്പി അച്ചടിക്കുന്ന പത്രമാണ്. അതിൻ്റെ വായനക്കാർ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അവിടേക്ക് ആ പത്രം അച്ചടിച്ച ടൈറ്റിൽ എന്താണ്? മകളെ രക്ഷിക്കാൻ BJP ബന്ധം. അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം വലുതാണ്, അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം എത്രമാത്രം വലുതാണ്. ഒരു മാധ്യമവും പിന്നിലായിരുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണം തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, അല്ലാതെ മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ആക്ഷേപം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആശങ്ക ചെറുതാണോ? എന്താണ് പ്രശ്നം? CPM-ൻ്റെ BJP-യോടുള്ള സമീപനത്തെ സംബന്ധിച്ച് പല കാലങ്ങളിൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ലേ? അത് ലോക്നാഥ് ബെഹ്റയെ ഈ കേരളത്തിൻ്റെ DGP ആക്കുന്നിടത്തുനിന്ന് തുടങ്ങി, ലാവ്ലിൻ കേസ് ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഏതാണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ എത്തിയിട്ട് ED-യുടെ അന്വേഷണം അവസാനിച്ചു. ഈ രീതിയിലൊക്കെ ഒന്നാം പിണറായി സർക്കാരിനെതിരെ തന്നെ ഈ BJP നരേന്ദ്രമോദി ബന്ധം ആക്ഷേപങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ ആക്ഷേപം എന്താണ്? പൂരം കലക്കി BJP-ക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതല്ലേ? അതിന് ഒരു ADGP പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ? ഈ തെരഞ്ഞെടുപ്പ് 2024 പൊതു തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ കേരളം കണ്ടതെന്താണ്? EP ജയരാജനെ പോലൊരാൾ പരസ്യമായി വന്ന് മാധ്യമങ്ങളോട് ഏറ്റുപറയുകയാണ്, ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളത്. ആരാണ് അദ്ദേഹം? അന്ന് LDF-ൻ്റെ കൺവീനറായിരുന്നു. ഈ രീതിയിൽ ഒട്ടേറെ സംഭവങ്ങൾ
BJP-യുമായി കണക്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷമാണ് ഇതുവരെ മുന്നിൽ നിന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA തന്നെ വന്നു നിന്ന് ശക്തമായി ഈ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരാളെ എന്താ പറയുക, അയാളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ ഭരണമുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനോ CPM-ന് കഴിയില്ല. അപ്പോൾ CPM ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണെന്ന് ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് PV അൻവറാണ് ഞങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ LDF യോഗത്തിൽ പങ്കെടുക്കില്ല, ഞാൻ നിയമസഭയിൽ വന്നാൽ തന്നെ വലതുപക്ഷത്തും ഇരിക്കത്തില്ല ഇടതുപക്ഷത്തും ഇരിക്കത്തില്ല, ഞാൻ നടുപക്ഷത്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ PV അൻവർ തന്നെ സ്വയം ഡിസ്റ്റൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച 2 വാക്കുകൾ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു, ആ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? പാർട്ടിയുടെ MLA അല്ലാത്തത് കൊണ്ടല്ല. അൻവർ മതന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ മതന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ആ വിഭാഗങ്ങളുടെ പിന്തുണ വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് CPM-ൻ്റെ ഒരു ന്യൂനപക്ഷ മുഖമല്ലേ എത്ര നാളായിട്ട് PV അൻവർ എന്ന് പറയുന്നയാൾ. അപ്പോൾ അങ്ങനെ ഒരാൾ ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങളുടെ ഈ പോലീസിൽ അസംതൃപ്തി ഉണ്ടായിരിക്കുന്നു, ഈ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൂടാതെ നിങ്ങളുടെ നേതാവ് തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി RSS-മായി ചങ്ങാത്തമുണ്ടാക്കുന്നു, ആ രീതിയിൽ RSS-നും BJP-ക്കും അനുകൂലമായൊരു സാഹചര്യം ഒരു പാർലമെൻ്ററി മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ രീതിയിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന CPM-ന് കേരളത്തിൽ ഉടനീളം നടന്ന ഇത് വിശദീകരിക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവർ സംസാരിച്ചിരിക്കുന്നത് അടിയന്തരമായി അദ്ദേഹം ഒരു പൊതുസമ്മേളനം നിലമ്പൂരിൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെ 16 മണ്ഡലങ്ങളിൽ ഉടൻ തന്നെ അദ്ദേഹം ഒരു പര്യടനം നടത്താൻ പോവുകയാണ്. നോക്കൂ, വടക്കൻ കേരളത്തിലെ 16 മണ്ഡലങ്ങളിൽ തിരഞ്ഞു പിടിച്ച് PV അൻവർ യാത്ര നടത്താൻ പോകുന്നു. ഒരു പൊതുസമ്മേളനവും വിളിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മഹീന്ദ്രയുടെ ഒരു ജീപ്പ് എടുക്കും, എന്നിട്ട് ഈ പറയുന്ന മൈക്ക് കെട്ടി വെച്ചിട്ട് പോകുന്നിടത്തൊക്കെ നിന്ന് ആളുള്ളിടത്തൊക്കെ നിന്ന് സംസാരിക്കും, യുവാക്കളെ ഉണർത്താൻ ശ്രമിക്കും. ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കും. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കൂടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സംഘടനയായിരിക്കും എന്നുള്ളതാണ്. അതിൽ മതേതരത്വത്തിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, അതുപോലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അദ്ദേഹം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി എത്രത്തോളം സർവൈവ് ചെയ്യാൻ കഴിയും എന്നത് എൻ്റെ ആശങ്കയുമല്ല. മറിച്ച് PV അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ചെറുതായിരിക്കില്ല. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ PV അൻവറിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ആരംഭിച്ചല്ലോ നിലമ്പൂർ. അത് മാത്രമല്ലല്ലോ, അത് കേരളത്തിൽ ഉടനീളം നടക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അല്പം മുമ്പ് അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഏതാണ്ട് 60ഓളം മണ്ഡലങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രവർത്തനമായിരിക്കും ഞാൻ നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ ഏത് വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PV അൻവറിന് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളത്. PV അൻവറിന് മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. ഈ സർക്കാരിൻ്റെ കീഴിൽ മുസ്ലിം സമുദായം സുരക്ഷിതമല്ല എന്ന് അവരോട് പറയും. ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് RSS-മായി ധാരണയുണ്ടെന്ന് അദ്ദേഹം പറയും. ഈ രാഷ്ട്രീയ പ്രശ്നത്തെ അഭിസംബോധനയായിരിക്കാൻ ഇനി CPM-ന് കഴിയുമോ? CPM എത്രത്തോളം അക്കാര്യത്തിൽ വിജയിക്കും? അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് PV അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊരു പഴയ ഉദാഹരണം പറയാം. 2007 ഇതേപോലെ സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2007 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് അന്ന് TU കുരുവിള എന്ന് പറഞ്ഞിട്ട് ജോസഫിൻ്റെ ഗ്രൂപ്പിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ. അന്ന് PC ജോർജ് ആയിരുന്നല്ലോ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞിട്ട് PC ജോർജ് LDF-ൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു. 2007 അദ്ദേഹം മുന്നണിയുമായിട്ട് ആലോചിക്കാതെ, മുന്നണിയുമായിട്ട് യാതൊരു ആലോചനയും നടത്താതെ മൂന്നാറിലൊരു ഭൂമി ഇടപാടിനെ കുറിച്ച് TU കുരുവിളയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു, അഴിമതി ആക്ഷേപം ഉന്നയിച്ചു. ചീഫ് സെക്രട്ടറി അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചീഫ് സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ലേ, TU കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അധികമൊന്നും വൈകാതെ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറയുന്ന PC ജോർജിൻ്റെ പാർട്ടി LDF-ൽ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ 2016 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു PC ജോർജിൻ്റെ ജീവിതത്തിലും ആ മണ്ഡലത്തിലും. പൂഞ്ഞാറിൽ ഏതാണ്ട് 27,000-ൽ പരം വോട്ടിനാണ് ഒരു സ്വതന്ത്രനായി നിന്ന് PC ജോർജ് 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PC ജോസഫ് ആയിരുന്നു. PC ജോസഫിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം PC ജോർജ് നേടുമ്പോൾ 22,000 വോട്ടം കണ്ടാണ് PC ജോസഫ് അവിടെ ആകെ നേടിയത്. അത്തരത്തിൽ PC ജോർജ് അതിശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന PV അൻവറിന് കഴിയുമോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം ശ്രമിക്കട്ടെ. പക്ഷേ അദ്ദേഹം പറയാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുമുള്ള ഒരാശയം എടുത്ത് പ്രചരിപ്പിക്കാനായിരിക്കും അൻവർ മുന്നോട്ട് പോകുന്നത്
പോവുക. ഇനിയിപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു തീപ്പന്തമാകാൻ പോവുകയാണ്, ഇതുവരെ എനിക്ക് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു, ചില ചട്ടക്കൂടുകൾ ഉണ്ടായിരുന്നു, അതൊന്നുമില്ലാതെ എന്നെ സ്വതന്ത്രനാക്കി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന അൻവർ സത്യത്തിൽ വലിയ രാഷ്ട്രീയ അപകടമാണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ പറയുന്ന ദത്താത്രേയ ഹൊസബോള ADGP അജിത് കുമാർ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം വിശദീകരിക്കേണ്ടി വരും. CPM-ന് അദ്ദേഹത്തെ പ്രതിരോധിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണച്ച് അധികാരം നിർത്താനോ കഴിയില്ല. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വന്ന് വിശദീകരിക്കേണ്ടി വരും CPM-ന്. CPM-ഉം BJP-യുമായി യാതൊരു ബന്ധവുമില്ല എന്നും CPM-ആണ് BJP-യെ ശക്തമായി എതിർക്കുന്നതെന്നും അക്കമിട്ടെന്ന് പറഞ്ഞില്ലേ MV ഗോവിന്ദൻ? എന്താണ് പറഞ്ഞത്? ബാബറി മസ്ജിദ് തകർത്തത് മുതൽ ഞങ്ങൾ BJP-ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസുമായി പോയ പാർട്ടിയാണ്. എന്തിനാണ് അതൊക്കെ ഇപ്പോൾ പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ബോധ്യമുണ്ട്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയി. ഞങ്ങളെ സാമ്പത്തികമായി പിടിച്ചു മുറുക്കുന്നു, ഈ സർക്കാരിനെ പിടിച്ചു മുറുക്കുന്നു, അങ്ങനെ കേരളീയരെ പിടിച്ചു മുറുക്കുന്നു. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ബാന്ധവവും ഒത്തുതീർപ്പ് ധാരണയും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെ അകറ്റാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഗവർണർക്കെതിരായിട്ട് തെരുവിൽ പ്രക്ഷോഭം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവർണർ ഇവിടെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ PV അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു അഥവാ ഉപേക്ഷിക്കുന്നു എന്ന് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ തീരില്ല ഈ വിഷയം. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ നിന്ന് ഒരു പുതിയ രാഷ്ട്രീയ വിഷയം ആരംഭിക്കാൻ പോവുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ മറികടക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലല്ല ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഒറ്റ വഴിയേ ഈ കാര്യത്തിൽ, ഒറ്റ വഴിയേ CPM-ന് മുമ്പിലുള്ളൂ. അത് ഈ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ CPM എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. CPM-ൽ മതന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത്. CPM-ൻ്റെ BJP വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ചോദ്യത്തിന് ഒറ്റ മറുപടി ഈ സർക്കാർ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘീവൽക്കരണത്തിനെതിരായിട്ടും അജിത് കുമാർ, ഹൊസബോള തുടങ്ങിയ അവരുടെ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടും ഒരു വിശദീകരണം നൽകുന്നതിലൂടെയും നടപടിയെടുക്കുന്നതിലൂടെയും മാത്രമേ ഇതിൽ നിന്ന് മറികടക്കാൻ കഴിയൂ. ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തീരില്ല എന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് ചില കാര്യങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.